ഞാനൊരു ഹാൻഡ് എംബ്രോയ്ഡറീനെ കൊണ്ടൊരു നെക്ക് ഡിസൈൻ, നെക്കിൻ്റെ വർക്ക് ചെയ്ത സ്ക്വയർ നെക്കാണ് ഇവിടെ അങ്ങനെ ചെയ്ത് കൊടുത്ത്. ആ നെക്കിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു വർക്ക് ചെയ്തെടുത്ത്, ചെറിയൊരു വർക്ക് സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം, കാണിച്ചു തരാം ഞാൻ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഞാനൊരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ നെക്ക് ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേമാതിരി ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ വരച്ചേക്കുക. അപ്പോൾ ആദ്യം ഈ സ്ക്വയർ നെക്കിൻ്റെ മുകളിൽ സ്ക്വയറിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുക. സ്റ്റെം സ്റ്റിച്ച് കൊണ്ടാണ് ചെയ്തത്. 3 ലെയറിൽ നൂലെടുത്തിട്ടുണ്ട്. അത് ചെയ്ത് നോക്കാം. ആദ്യം സ്റ്റെമ്മിൽ ഒരു ബോർഡർ, ഔട്ട്ലൈൻ ബോർഡർ ഉണ്ടാക്കി കൊടുക്കുക. ഇതേമാതിരി ഇങ്ങനെ ഈ സ്ക്വയർ ഫുള്ളായിട്ട് ഉണ്ടാക്കി തയ്ച്ചു കൊണ്ടുവരും. ഇത് കാണിക്കും. അതേമാതിരി ഞാൻ പച്ചനെ കൊണ്ട് തയ്ച്ചെടുക്കും. പിന്നെ ഈ സ്റ്റെം എങ്ങനെ തയ്ച്ച സ്റ്റെമ്മുകൾ ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ പച്ചേനെ കൊണ്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എല്ലാ സ്റ്റെമ്മിൻ്റെ മുകളിൽ കൂടിയും ചെയ്തെടുക്കുക. ഇതേമാതിരി വരുന്ന എല്ലാത്തിൻ്റെ മുകളിൽ കൂടി ചെയ്തെടുക്കുക. ഇങ്ങോട്ട് പോയി ഇതൊക്കെ ചെയ്യണം, എന്നാലും ഇത് കാണുള്ളൂ. ഇവിടെ സ്റ്റെമ്മല്ല, കാണുന്നില്ല വരച്ച്. എല്ലാത്തിൻ്റെ മുകളിൽ നിന്നും ചെയ്തെടുക്കണം. മുകളൊക്കെ ചെയ്തെടുത്തിട്ട് കാണിച്ചു. ക്യാമറ എന്താ തിരിഞ്ഞ്. ഞാൻ ഇതേമാതിരി ഒരു ഡിസൈൻ ഫുള്ളായിട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുത്തു. അടുത്തതായി വെള്ള നൂലുകൊണ്ടാണ് ചെയ്യുക. വെള്ള നൂലുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ല ഓരോ സ്റ്റെമ്മുകൾ, അതിൻ്റെ മുകളിൽ ചെയ്യുന്ന വിധം. അതിൻ്റെ മുകളിലൊരു വർക്ക് ചെയ്യും. മൂന്നെണ്ണം ചെയ്തെടുക്കണം, 3 സ്റ്റാൻഡ്. നടുക്കലത്തേനേക്കാളും ഒന്നും കൂടെ കുറച്ച് ചെറുതായിട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഈ സൈഡിലും ചെയ്തത്. ഈ മാതിരി ചെയ്തുള്ളത്. ഈ അടുത്തതാണ് അതിൻ്റെ മുകളിൽ
ഓരോ സ്റ്റെമ്മിൻ്റെ മുകളിലും ചെയ്തിടുക. നടുക്കലത്തേന് കുറച്ച് വലിപ്പം വെച്ചിട്ട് ചെയ്താൽ മതി. രണ്ട് സൈഡിലുള്ള കുറച്ച് ചെറുതായിട്ട്. ഇതേമാതിരി ഈ സൈഡിൽ ഇതേമാതിരി ചെയ്തിടുക. ഇതേമാതിരി ഇനി ഇതിൻ്റെ മുകളിലൊക്കെ അതേമാതിരി ചെയ്തിടുക. എന്നിട്ട് കാണിച്ചു തരാം. ഈ വർക്കിൻ്റെ ഇത് ഇവിടെ കഴിഞ്ഞു. അതേമാതിരി ഇടാൻ കാണാനായിട്ട് ഇത് കണ്ടു. ഇനി അടുത്ത്